അൽഹംദുലില്ലാഹ് ഈ വിനീതൻ സേവനം ചെയ്യുന്ന കാരാളികോണം കാരയ്ക്കൽ മുസ്ലിം ജമാഅത്ത് ആ മഹലിൽപ്പെട്ട പ്രിയ സഹോദരനാണ് നമ്മുടെ ജലീൽ സാഹിബ്. നമ്മളൊക്കെ ജന്മന കാഴ്ചയുള്ള മനുഷ്യന്മാരാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഇടയിൽ നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥയെന്ന് നമ്മളൊക്കെ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കാൻ പറ്റും. ഇദ്ദേഹം ജന്മന കാഴ്ചയുള്ള മനുഷ്യനായിരുന്നു. 15 വർഷത്തോളമായി അള്ളാഹുവിന്റെ ചെറിയൊരു പരീക്ഷണം, അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് പോലും ആ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ആരുടെ മുമ്പിലും കൈനീട്ടാതെ സ്വന്തം അധ്വാനത്തിലൂടെ തന്റെ കുടുംബത്തെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തുനിഞ്ഞിറങ്ങി കൃഷി ചെയ്തു. അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ചെയ്ത് നമ്മുടെ മഹല്ല് പാട്ടത്തിന് കൊടുത്ത വസ്തുവിലാണ് ജലീൽ സാഹിബ് ഇപ്പൊ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹല്ലും അദ്ദേഹത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ് വസ്തു പോലും പാട്ടത്തിന് കൊടുത്തിരിക്കുക. അപ്പൊ നമ്മുടെ മഹല്ലിലുള്ള പ്രിയപ്പെട്ട സഹോദരനാണ്. ആ സഹോദരന്റെ ജീവിതത്തിൽ തളർന്നു പോകാതെ, ആ ബുദ്ധിമുട്ട് വന്നിട്ട് പോലും തളർന്നു പോകാതെ അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ കുടുംബവും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന ചിന്തയിൽ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് പോലും അദ്ദേഹം അധ്വാനിക്കുന്നതിന് വേണ്ടി മനസ്സ് കാണിച്ചു. ഇങ്ങനെയാണ് മനുഷ്യനാകേണ്ടത്. ഒരു പരീക്ഷണം വരുമ്പോ, ഒരു തളർച്ച വരുമ്പോ നമ്മൾ തളർന്നു പോകരുത്. ആ തളർച്ചയിൽ നിന്ന് കയറി നമ്മുടെ ജീവിതം വിജയിപ്പിക്കാൻ പരിശ്രമിക്കുക. അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മുടെ ജലീൽ സാഹിബിന് കൊടുത്ത ഒരു ആട്ടിൻകുട്ടി, ആ ആട്ടിൻകുട്ടിയിൽ നിന്ന് ഇപ്പൊ ഏകദേശം ഒരു 7 ആടുകളായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ മഹല്ല് അദ്ദേഹത്തിന് വേണ്ടി കഴിയുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഉസ്താദെ, പിന്നെ ഈ നമ്മളെ ജമാഅത്തിൽ തന്നെയുള്ള പല ആൾക്കാർക്കും ഒരു സംശയം, മൂപ്പർക്ക് കാഴ്ച ഉണ്ടോ? കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് സാഹിബിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്കും അങ്ങനെ ഒരു ചിന്ത വന്നു. ആ കൃഷിയൊക്കെ ചെയ്യുന്നതും കറക്റ്റ് ഒരു കാഴ്ചയുള്ള ആളിനെക്കാളും വൃത്തിയായ രീതിയിലാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. അത് കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നും. പക്ഷെ അദ്ദേഹത്തിന്റെ 2 കണ്ണിനും കാഴ്ചയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട ഉസ്താദെ, ഒരു പൊടി പോലും കാഴ്ച മകളിപ്പോ എത്രയാണ് പഠിക്കുന്നു? പ്ലസ് ടു കഴിഞ്ഞല്ലേ? ഇപ്പൊ അവിടെ വേറെ എന്തിനു പഠിക്കുന്നത്? പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലേ? പഠിപ്പിക്കണമെന്നൊക്കെ അദ്ദേഹത്തിന്റെ മകളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കൈനീട്ടാൻ തയ്യാറല്ല. ആരുടെ മുമ്പിൽ കൈനീട്ടാൻ തയ്യാറല്ല. അധ്വാനിച്ച് ജീവിക്കുക. ഇത് മനുഷ്യൻ ഇങ്ങനെയാകണം. ആരുടെ മുമ്പിൽ നമുക്കൊരു ചെറിയ പരീക്ഷണം വരുമ്പോൾ പിന്നെ ആരുടെയെങ്കിലും ഒക്കെ മുമ്പിൽ പോയി കൈനീട്ടി അതൊരു ചാൻസ് ആയിട്ട് ഉപയോഗിക്കല്ല. അദ്ദേഹം ആ അപകടത്തിൽ പോലും തളർന്നു പോകാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആരുടെ മുമ്പിലും കൈനീട്ടാതെ സ്വന്തം അധ്വാനത്തിലൂടെ ജീവിപ്പിക്കുന്ന സഹോദരൻ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് തിരിച്ചറിയും. അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും നമ്മളെ എല്ലാവരെയും അള്ളാഹു കാക്കുമാറാണ്.